എൻ്റെ പേര് മോഹൻകുമാർ എൻ മാർനെല്ലൂർ. വേദികളിൽ ശാസ്ത്ര പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. ആ ശാസ്ത്ര പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാരമാണ് മിത്രമാത്ര എന്ന എൻ്റെ ഈ പുസ്തകം. ഇതെൻ്റെ 6ാമത്തെ പുസ്തകമാണ്. മിത്രമാണ് ശാസ്ത്രം. സാറ് നേരത്തെ പറഞ്ഞല്ലോ പല ഈ ബുക്കാക്കി മാറ്റുമ്പോൾ എത്ര സമയം എടുത്തത്? ബുക്ക് ഏകദേശം ബുക്കാക്കി മാറ്റിയത് ഏകദേശം ഒരു 6 മാസം എടുത്തു. അതുമൂലമുണ്ടാകുന്ന ദോഷകർമ്മത്തെ നന്നായി സാർ വിവരിച്ചു. നന്ദി സാർ. നമ്മുടെ ബാല്യകാലം മുതൽ നിരവധി വായന മാനവർക്കാനം ആകെ സംസ്കാര വായന സർ സി മോഹനൻ നായർ സർ, ഉദ്ഘാടകനായ ഡോക്ടർ വി മോഹനൻ നായർ. പക്ഷെ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് വരാൻ സാധിച്ചതിന് കാരണക്കാരനാണ് ഡോക്ടർ മോഹന സാർ. ചിത്രയിലാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത്. അവിടെ ആരും പരിചയക്കാരില്ല, ആരെയും കാണാനോ ഒരു വീട്ടിൽ ചെന്ന് ഡോക്ടറെ കണ്ട് കൂട്ടാനും ഉപദേശം ചോദിക്കാതെ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ മോഹൻ സാറിനെ വിളിക്കുന്നു. അതേസമയം ഞാൻ എൻ്റെ സുഹൃത്തായ വേറെ ഡോക്ടറെ വിളിച്ചു. അദ്ദേഹം നോക്കിട്ട് വരട്ടെ പോട്ടെ, എനിക്കാണെങ്കിൽ 2 ഭാഗം കേട്ടതെന്ന് പറയുക പകർന്നോളൂ. അങ്ങനെയാണ് സാധാരണ രീതിയിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. എഴുത്തുകാരെല്ലാം സ്നേഹസമ്പന്നമാണെന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഇനി വേണം വിളിക്കാൻ. എന്തായി എന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ പറയാനല്ല എന്നെ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ പരിചയപ്പെടുത്തി വലിയ പോകാനില്ലാതിരിക്കുന്നു. അങ്ങനെയൊന്നും പറയരുത്. എല്ലാം ഇതുവരെ ഞാൻ ഇത് മിത്രമാണ് ശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം ചെയ്യണ്ട. ഇനിയും 10-12 കൊല്ലം ന്യൂസിന്റെ മിക്കവാറും സാഹിത്യവുമായി ബന്ധപ്പെട്ട എല്ലാവരും അറിയാവുന്നതിന്റെ ഞാൻ വിചാരിക്കുന്നത്. അത് പിന്നെ 5 ലളിതമായ പുസ്തക പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി അല്ലാത്തുള്ളത് അനുഭവം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അനുഭവം ഈ ഉച്ചയ്ക്ക് കാലാവസ്ഥ വളരെ വിപരീതമായ കാലാവസ്ഥയാണ്. ചൂട് കാരണം ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാലും മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു ചടങ്ങിനാണ് നിൽക്കുന്നത് എന്ന് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഞങ്ങൾക്ക് സാധാരണ നിലയിൽ ഈ പേഷ്യൻസിൻ്റെയും ആശുപത്രിയൊക്കെ നിരക്ക് വരും. എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിന് രാവിലെ ഒരു ടീച്ചിങ് സെറ്റ് ഉച്ചവരെ ഉണ്ടായിരുന്നു. അത് പേഷ്യന്റിനോട് ചോദിച്ചതെന്നാണെന്ന് വെച്ചാൽ അതിനെന്താണ് ഒരു വഴി എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് ദോശയുടെ ഷൂവിന്റെ രഹസ്യം അറിയാം? ദോശ ചുടുമ്പോ അതിന് ഷൂ കേൾക്കുന്നില്ലേ അല്ലേ? എത്ര പേർക്ക് അറിയാതിന്റെ രഹസ്യം ബുക്കിനകത്തുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. ദോശയുടെ ഷൂവിന്റെ രഹസ്യം ബുക്കിനകത്തുണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങനെ പ്രായമായ ആളുകൾ എത്രയോ പേര് കൊതിക്കോതാൻ പോയിട്ടുണ്ട്. കുഞ്ഞിന് വലിയ മിച്ചിമാരുടെ കണ്ടുകൊണ്ട് കൊതിക്കോതുന്നതിന് ഒരു ശാസ്ത്രീയ വശമുണ്ടെന്ന് മോഹൻകുമാർ സാർ വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒരു റീച്ച് കിട്ടുന്നതിൽ തോൽക്കുന്ന ഒരു ഘട്ടത്തിൽ ശാസ്ത്രത്തിന്
സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു എളിയ പരിശ്രമമായി വന്നിരിക്കുന്ന ഈ ബുക്ക് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഡോക്ടർ ജെ ഇന്ദിര. അതിന് മുമ്പേ പോ ആർക്കാണ് കൊടുക്കണമെന്ന് മദ്യത്ത് വരാൻ പറ സാറിൻ്റെ അടുത്ത്. സാറിന് വാങ്ങിക്കുന്ന അപ്പുറത്ത് വേണം. പുറകോട്ട്